ഹലോ കൂട്ടുകാരെ, നോടിവായോ, നമുക്കിന്നൊരു ഒറട്ടി റെസിപ്പി ഉണ്ടാക്കാം. യൂട്യൂബിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ ആരും കാണിക്കുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒറട്ടി ഇന്നെന്തായാലും ഞാൻ ഒറട്ടി ഉണ്ടാക്കും. അപ്പം എന്നതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഒറട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക. എന്നിട്ട് നമ്മൾ തേങ്ങ ഇടുമല്ലോ, ഒറട്ടിക്ക് തേങ്ങ വേണമല്ലോ. ആ തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ആ വെള്ളം തിളച്ച് വരണം. ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യമായ മാവ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കട്ടെ, വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് അതിനാവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മാവ് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ളത്രയും മാവ്, വെള്ളം നോക്കിയിട്ട് ആവശ്യമുള്ളത്ര മാവ് ഇട്ടിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ശരിക്കും ഒറട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് മാവിൻ്റെ പരുവം, അതാണ് മെയിനായിട്ട് ആവശ്യമുള്ളത്. മാവിൻ്റെ പരുവം ശരിയായില്ലെങ്കിൽ ഒറട്ടി ശരിയാവത്തില്ല. മാവിൻ്റെ പരുവം ശരിയാവണം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ, തേങ്ങ ഇങ്ങനെ അരച്ച് ചെയ്യുമ്പോൾ ഒറട്ടിക്ക് നല്ല ടേസ്റ്റാണ്. മറ്റേ തേങ്ങ അല്ലാണ്ട് ഇടുമ്പോഴത്തേക്ക് ആ തേങ്ങയുടെ പാലൊന്നും അതിലിറങ്ങത്തില്ല, തേങ്ങയായിട്ടല്ലേ കിടക്കത്തുള്ളൂ. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ തേങ്ങയുടെ പാലൊക്കെ അതിലിറങ്ങിയിട്ട് ഒറട്ടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റും ആയിരിക്കും. എന്നിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് മാത്രമേ ഉള്ളൂ, മാവ് മിക്സിങ് മാത്രമേ ഉള്ളൂ പാട്. ബാക്കി എല്ലാ കാര്യം വളരെ ഈസിയാണ്. എല്ലാവരും പറയും ഒറട്ടി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്ന്. പക്ഷെ എനിക്ക് പാടൊന്നും തോന്നിയിട്ടില്ല, എനിക്ക് ഈസി ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒറട്ടി എളുപ്പമാക്കാം. ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. മാവ് നന്നായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി നമുക്കത് അടച്ച് വയ്ക്കാം. അടച്ച് കുറച്ച് നേരം ആ ചൂടിൽ തന്നെ ഇരിക്കണം. അടച്ച് കുറച്ച് സമയം വയ്ക്കുക, റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുറേ സമയമായി. ഇനി നമുക്കത് തുറന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് നല്ല കുഴച്ചെടുക്കണം. അപ്പം നല്ല ചൂടായിരിക്കും, അപ്പം നമുക്ക് കൈയിട്ട് കുഴയ്ക്കാൻ പറ്റത്തില്ല. അതിന് പകരം നമുക്ക് എന്തെങ്കിലും സ്പൂണിട്ടോ എന്തെങ്കിലും ഇട്ട്, ഞാനിതാ ഒരു ഗ്ലാസ് വെച്ചിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് ഇടിച്ചിടിച്ചിടിച്ച് നന്നായിട്ട് ഇതിനെ വേറൊരു വലിയ പാത്രത്തിലാക്കി കൈവച്ച് കുഴച്ചാലും മതി. അത് കുറച്ച് കഴിഞ്ഞിട്ട് കുറേ ചൂട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കയ്യിൽ വലിയ പാത്രത്തിലെടുത്തോ കൗണ്ടർ ടോപ്പിലിട്ടോ കുഴച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മാവ് ഒരുപാട് തണുക്കുന്നതിന് മുന്നേ നന്നായിട്ട് കുഴച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കുഴച്ച് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല, ആ പരുവം കറക്റ്റായിട്ട് കിട്ടത്തുമില്ല. അതുകൊണ്ട് നല്ല ചൂടിൽ തന്നെ കുറച്ച് കയ്യിൽ വെള്ളം നനച്ചിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കാം. ഞാനിതാ അത് മാവെടുത്ത് വലിയൊരു പാത്രത്തിലിട്ടൊക്കെ കുഴച്ച് ഉരുട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ഉരുട്ടാം. ഓരോരുത്തരുടെ ഇഷ്ടം. എനിക്ക് ചെറിയ ഒറട്ടിയാണ് ഇഷ്ടം.
അതുകൊണ്ട് അതിനാവശ്യമായ ഉരുളയാണ് ഞാൻ ഉരുട്ടുന്നത്. അപ്പോൾ കുറേശ്ശെ മാവെടുത്ത് നമ്മൾ ഓരോ ഉരുളയായിട്ട് ഉരുട്ടുക. എല്ലാ ഉരുളകളും ഉരുട്ടിയ ശേഷം നമുക്കത് നമ്മുടെ ഓർട്ടി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കാം. അതാണ് നല്ലത്. ഇങ്ങനെ തേങ്ങ ചെയ്യുമ്പോൾ ഇതൊരു ഗുണമുണ്ട്, ഓർട്ടി പൊട്ടി പോകത്തില്ല. ഇനി അത് അടച്ച് വയ്ക്കുക. എന്നിട്ട് കല്ലടുപ്പി വയ്ക്കുക. ഞാൻ ഉണ്ടാക്കുന്നത് 2 കല്ല് 2 അടുപ്പിൽ വെക്കും. അപ്പോൾ പെട്ടെന്നാവും. ഇനി ഒരു ഉരുള എടുക്കുക. നമ്മുടെ ചപ്പാത്തി പ്രസ്സിൽ ഒരു കവറോ ഒരു പേപ്പറോ എന്തെങ്കിലും ഇടുക. അപ്പം അതിലൊന്നും ആവത്തില്ല. എന്നിട്ട് അതിൻ്റെ പുറത്ത് ചപ്പാത്തിയൊക്കെ നമ്മൾ വാങ്ങുന്ന കവറുണ്ടല്ലോ, അത് കഴുകിയെടുത്ത് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അതിൽ വെച്ചിട്ട് ഒറ്റ പ്രസ് ചെയ്താൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ഓർട്ടി റെഡി. ഇനി അത് ചുട്ടെടുക്കുക. അത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. പക്ഷെ പലരും ഭയങ്കര പാടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. ഇനി ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അടുത്ത സൈഡ് കേക്ക്. രണ്ട് ചട്ടി വെച്ചിട്ടുണ്ട്. 2 ചട്ടിയിലും മാറി മാറി നമുക്ക് പെട്ടെന്നോട്ടൊന്ന് ഉണ്ടാക്കിയെടുക്കാം. 2 ചട്ടി വെച്ചാൽ എളുപ്പം. 2 ഒരേ സമയം 2 വേവിച്ചെടുക്കാം. അട്ടി കണ്ടോ, നന്നായിട്ട് ചപ്പാത്തി പോലെ തന്നെ പൊങ്ങി വരും. കാണുന്നുണ്ടോ? ആദ്യത്തെ ഒരിട്ട് റെഡിയായി. വേണ്ട പൊങ്ങി വരുന്നുണ്ടോ? എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയത്തില്ല, പക്ഷെ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. രണ്ട് സൈഡും നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഈ ഉരുട്ടി ഭയങ്കര സോഫ്റ്റാ. എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ തേങ്ങാപ്പാൽ ഇറങ്ങി വരുന്നുണ്ടാ, നല്ല സോഫ്റ്റ്. അടുത്ത ഉരുട്ടിയും റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ എല്ലാ ഉരുട്ടികളും റെഡിയായി. ഇനി നമുക്കത് കഴിക്കാം. രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് 2 ഉരുട്ടി എടുത്തു വച്ചു. ഇനി കുറച്ച് നന്നായിട്ട് പെരട്ടി വെച്ച ചിക്കൻ
സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണിത്. സ്പെഷ്യൽ ചിക്കൻ പെരട്ട്. അതും കൂട്ടി രാവിലെ 2 ഒറട്ടി അങ്ങ് തട്ടാം. നിങ്ങളും കൂടുന്നുണ്ടോ? നിങ്ങൾ കൂടുന്നുണ്ടോ ഗെയ്സ്? നിങ്ങൾ കൂടുന്നുണ്ടോ? ചിക്കൻ പെരട്ടാണ് ഗെയ്സ്. ചിക്കൻ പെരട്ട് അടിപൊളിയാണ് ഗെയ്സ്.